lecture is about data link layer, mainly different framing techniques in data link layer. First is services of data link layer. Data link layer അതിന്റെ higher layer provide ചെയ്യുന്ന services എന്തൊക്കെയാണ്? Data link layer basic service എന്ന് പറയുന്നത് to move datagrams from one node to an adjacent node over a single communication link. നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ഡേറ്റ എത്തിക്കണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ പാത്തിൽ ഡിഫറെന്റ് നോഡ്സ് കാണാം അല്ലെങ്കിൽ ഡിഫറെന്റ് ഹാർഡ്വെയർ ഡിവൈസസ് കാണാം. ഈ ഡിഫറെന്റ് ഡിവൈസസിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും? നോഡ് എന്ന് പറയും. ആ നോഡുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ലിങ്ക്സ് ഉണ്ടാവും. സോ അതിൽ ഒരു നോഡ്, വൺ നോഡ് ടു അഡ്ജസന്റ് നോഡ്, തൊട്ടടുത്ത ഏത് നോഡിലോട്ടാണോ പോകുന്നത് ആ നോഡ്. അപ്പോൾ ഒരു ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി സ്കോപ്പ് എന്ന് പറയുന്നത് വൺ നോഡ് ടു ആൻ അഡ്ജസന്റ് നോഡ്. അതാണ് ഒരു ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട്. ഇപ്പം ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഡേറ്റ എത്തണമെങ്കിൽ ഈ പോകുന്ന പാത്തിൽ ഡിഫറെന്റ് ലിങ്ക്സ് ഉണ്ടാവാം. ചിലടത്ത് കോപ്പർ കേബിൾസ് ആയിരിക്കും ലിങ്ക് ആയിട്ട് കിടക്കുന്നത്, ചിലടത്ത് ഒപ്റ്റിക്കൽ കേബിൾസ് ആയിരിക്കും കിടക്കുക, ചിലടത്ത് വയർലെസ്ലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ പല ലിങ്കിൽ കൂടെ പാസ് ചെയ്തിട്ട്, പല ടൈപ്പ് ഓഫ് ലിങ്ക്സിൽ കൂടെ പാസ് ചെയ്തിട്ടായിരിക്കും ഫൈനലി എവിടെ എത്തുക? ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പൊ രണ്ട് നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ലിങ്കിന്റെ ടൈപ്പ് എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഡേറ്റ പാക്കറ്റിനെ എന്ത് ചെയ്യണം? കസ്റ്റമൈസ് ചെയ്യണം. ഇപ്പോ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലോട്ട് അത് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പോകുമ്പോൾ ഒരു പാത്തിൽ അത് ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലോട്ട് പോവാണ്. ആ നോഡ്സിന് തമ്മിൽ കണക്ട് ചെയ്യുന്നത് കോപ്പർ കേബിൾ ആണ്. അപ്പൊ അതിനനുസരിച്ച് പാക്കറ്റിനെ കസ്റ്റമൈസ് ചെയ്യുന്നു. ഇനി അടുത്ത നോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ രണ്ട് നോഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണെങ്കിൽ ആ ലിങ്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പാക്കറ്റിന് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോഡ് ടു നോഡ് ആണ് ഒരു ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി സ്കോപ്പ് എന്ന് പറയുന്നത്. നോഡ് ടു നോഡ് മീൻസ് ഒരു നോഡിന് അടുത്ത നോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്താണോ അതിനനുസരിച്ച് പാക്കറ്റിന് എന്ത് ചെയ്യുക? കസ്റ്റമൈസ് ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയാ? ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. സോ ഡേറ്റ ലിങ്ക് ലെയറിനെ നമുക്ക് രണ്ട് സബ് ലെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ എന്നും മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ എന്നും രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതില് ശരിക്കും പറഞ്ഞാല് പോയിന്റ് ടു പോയിന്റ് ലിങ്ക് ആണെങ്കിൽ ലിങ്കിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോയിന്റ് ടു പോയിന്റ് ലിങ്ക് എന്നും ബ്രോഡ്കാസ്റ്റ് ലിങ്ക് എന്നും. പോയിന്റ് ടു പോയിന്റ് ലിങ്ക് എന്ന് വെച്ചാല് രണ്ട് ഡിവൈസസ് അല്ലെങ്കിൽ രണ്ട് നോഡ്സ് ഉണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷന് മാത്രമായിട്ട് അത് ഷെയർ ചെയ്യാനായിട്ട് ഒരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കേബിൾ ഉണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അപ്പൊ ആ ലിങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് ഡിവൈസസിന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം എന്ത് ചെയ്തിരിക്കുകയാണ്? മാത്രം നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ ആർക്കും അത് യൂസ് ചെയ്യുന്നില്ല. അതിനാണ് എന്തെന്ന് പറയുന്നത്? പോയിന്റ് ടു പോയിന്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റ് ലിങ്ക് എന്ന് വെച്ചാൽ മോർ ദാൻ ടു ഡിവൈസസ് ഷെയറിംഗ് ദ സെയിം ലിങ്ക്. ഒരു ലിങ്കിനെ തന്നെ, ഒരു കേബിൾ അല്ലെങ്കിൽ ഒരു ലിങ്കിനെ തന്നെ രണ്ടിൽ കൂടുതൽ ഡിവൈസസ് ഷെയർ ചെയ്യാണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ബ്രോഡ്കാസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് ലിങ്കിൽ ആരുടെ ആവശ്യമുള്ളൂ? ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയറിന്റെ ആവശ്യമുള്ളൂ. ആര് വരുന്നില്ല? മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ വരുന്നില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം രണ്ടിൽ കൂടുതൽ ഡിവൈസസ് ഒരു ലിങ്കിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരേ സമയം അവരുടെ ഡേറ്റ സെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഡേറ്റ കൊളിഷൻ വരും, ഡേറ്റ ലോസ് ആവും. അപ്പോൾ രണ്ടിൽ കൂടുതൽ ഡിവൈസസ് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെ എപ്പോഴൊക്കെ ഡേറ്റ സെൻഡ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ, ലിങ്ക് ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം. അങ്ങനെ ലിങ്ക് ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെയർ ആണ് ഇത് മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ. അപ്പൊ ബ്രോഡ്കാസ്റ്റ് ലിങ്കിൽ ആരുടെ ആവശ്യം വരുന്നുള്ളൂ? മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയറിന്റെ ആവശ്യം വരുന്നുള്ളൂ. പോയിന്റ് ടു പോയിന്റ് ലിങ്കിൽ ആ സബ് ലെയർ വേണ്ട. കാര്യം പോയിന്റ് ടു പോയിന്റ് ലിങ്ക് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നത് ആകെ ആര് മാത്രമേ ഉള്ളൂ? രണ്ട് ഡിവൈസസിന് വേണ്ടി മാത്രമാണ് എന്തുള്ളത്? പോയിന്റ് ടു പോയിന്റ് ലിങ്ക് ഉള്ളത്. സോ അവിടെ ആര് മാത്രം മതി? ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ മതി. സോ ഈ ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ ആണ് ഫ്രെയിമിംഗ്. മെയിൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഫ്രെയിമിംഗ് ചെയ്യുന്നത് ആരാണ്? ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ ആണ്. ഫ്രെയിമിംഗ് കൂടാണ്ട് ഇത് ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ കൂടി തുടങ്ങിയ ഫംഗ്ഷൻസ് കൂടി ആര് ചെയ്യും? ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ ചെയ്യും. മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ എന്നാണ് എന്ത് ചെയ്യുന്നത്? ലിങ്ക് ആക്സസിനെ കൺട്രോൾ ചെയ്യുന്നത്. ലിങ്ക് ആക്സസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ ആണ്. ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ ആണ്. ഫ്രെയിമിംഗും ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും എല്ലാം ചെയ്യുന്നത് ആരാണ്? ഡേറ്റ ലിങ്ക് കൺട്രോൾ സബ് ലെയർ ആണ്.
ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് ലെയർ കൊടുക്കുന്ന പാക്കറ്റ്സിന് നമുക്ക് ഏത് ഫിസിക്കൽ ലിങ്കിൽ കൂടാണോ പോകുന്നത്, നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിന് കൊടുക്കും. സോ ഏത് ഫിസിക്കൽ ലിങ്കിൽ കൂടാണോ പോകുന്നത് ആ ഫിസിക്കൽ ലിങ്കിനനുസരിച്ച് പാക്കറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. സോ ഫ്രെയിമിംഗ് ആരുടെ ഫംഗ്ഷൻ ആണ്? ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഒരു സർവീസ്, മെയിൻ സർവീസ് ആണ് ഇത് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് service physical addressing. Physical addressing of end stations is also done at this layer. Physical addressing എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ സോഴ്സിന്റെയും ഡെസ്റ്റിനേഷന്റെയും IP അഡ്രസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ കൊടുക്കുന്ന അഡ്രസ്, അതാണ് IP അഡ്രസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ അഡ്രസ്. അത് മാത്രം പോരാ, എന്തും കൂടെ വേണ്ടി വരും, ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ലിങ്ക് ലെയർ അഡ്രസ് or MAC address or hardware address. പല പേര് പറയാം, link layer address എന്ന് പറയാം, physical address എന്ന് പറയാം, hardware address എന്ന് പറയാം, MAC media access control MAC address എന്നും പറയാം. സോ അങ്ങനെ ഒരു അഡ്രസ്സും കൂടി വേണ്ടി വരും. അതിന്റെ കാര്യം നോക്കുക, നമുക്ക് ഇവിടെ ഇപ്പൊ ആലിസ് ആണ് നമ്മളുടെ സോഴ്സ്, ബോബ് ആണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. സോ ഇത് രണ്ടും എൻ സിസ്റ്റംസ് ആണ്, സോഴ്സും ഡെസ്റ്റിനേഷനും എൻ സിസ്റ്റംസ്. ഇനി ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാത്തിൽ നോക്കിയാൽ ദാണ്ട് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഇവിടെ ഒരു റൗട്ടർ ഉണ്ട്, അടുത്ത റൗട്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അടുത്ത ലിങ്ക് ഉണ്ട്, വീണ്ടും റൗട്ടറും ഈ എൻ സിസ്റ്റവും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ലിങ്ക് ഉണ്ട്. സോ മൊത്തം എത്ര ലിങ്ക് ഉണ്ട്? 1 2 3 ലിങ്ക്സ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ 2 റൗട്ടേഴ്സും ഉണ്ട്, പിന്നെ എൻ സിസ്റ്റംസും സോഴ്സും ഡെസ്റ്റിനേഷനും. അപ്പൊ ഇവിടെ നെറ്റ്വർക്ക് ലെയർ കൊടുക്കുന്ന അല്ലെ IP അഡ്രസ് ആണ് N ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, L എന്ന് പറഞ്ഞാൽ ലിങ്ക് ലെയർ അഡ്രസ്. അപ്പോ ഒരു ഡേറ്റ ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് എല്ലാം സെയിം പാത്തിൽ കൂടെ ആവണമെന്നില്ല റിസീവർ സൈഡിൽ എത്തുന്നത്, എല്ലാം പല പാത്തിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടായിരിക്കാം ഫൈനലി എവിടെ എത്തുക, റിസീവർ സൈഡിൽ എത്തുക. അപ്പോൾ റിസീവർ സൈഡിൽ എത്തണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പാക്കറ്റിൽ എന്തുണ്ടാവണം, നെറ്റ്വർക്ക് ലെയർ അറ്റാച്ച് ചെയ്ത IP അഡ്രസ്, ഡെസ്റ്റിനേഷന്റെ IP അഡ്രസ് വേണം, എങ്കിലേ അവിടെ കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റൂ. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ നിന്ന് തിരിച്ച് സെൻഡറിലോട്ട് എന്തെങ്കിലും ഒരു അക്നോളജ്മെന്റോ എന്തെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡറിന്റെ അഡ്രസ്സും വേണം. അപ്പൊ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും രണ്ടിന്റെയും IP അഡ്രസ് മാറാണ്ട് ഉണ്ടാവണം. ഏത് ലിങ്കിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും IP അഡ്രസ് മാറാണ്ട് അതുപോലെ ഉണ്ടാവണം. അത് നമ്മൾ നോക്കിയാൽ മതി. ഈ ലിങ്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ IP അഡ്രസ്സസ്, അതായത് സോഴ്സിന്റെ IP അഡ്രസ് N1, ഡെസ്റ്റിനേഷൻ IP അഡ്രസ് N8, N1 N8 അതുപോലെ ഉണ്ട്. അടുത്ത ലിങ്കിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും IP അഡ്രസ്സസിൽ ചേഞ്ച് വരുന്നില്ല, അടുത്ത ലിങ്കിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും IP അഡ്രസ്സസിൽ ചേഞ്ചസ് വരുന്നില്ല. പക്ഷെ ഈ പാക്കറ്റ് ഇതാണ്ട് ഇവിടെ നിന്ന് എവിടെ എത്താണ്, ഈ റൗട്ടറിൽ എത്താണ്. സോ ഈ റൗട്ടറിൽ എത്തുമ്പോഴത്തേക്ക് ഈ റൗട്ടറിന് കണ്ടോ 3 ലിങ്ക്സ് ഉണ്ട്, അത് ഇന്റർനെറ്റുമായിട്ട് 3 പോയിന്റ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഇന്റർഫേസിലും ഇപ്പൊ ഒരു റൗട്ടർ എന്ന് പറയുമ്പോൾ ആ റൗട്ടറിന് ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ അഡ്രസ് എന്നല്ല. സോ ഈ റൗട്ടർ ഇന്റർനെറ്റുമായിട്ട് ഇപ്പൊ 3 പോയിന്റ്സിൽ കണക്റ്റഡ് ആണെങ്കിൽ ഈ 3 ഇന്റർഫേസസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, IP അഡ്രസ്സും ഹാർഡ്വെയർ അഡ്രസ്സും ഉണ്ട്. സോ ഇവിടെ കറസ്പോണ്ടിങ് ഈ ഇന്റർഫേസിൽ N2 L2, അടുത്ത ഈ ഇന്റർഫേസിൽ N3 L3, അടുത്ത ഇന്റർഫേസിൽ N4 L4. അപ്പൊ ഈ റൗട്ടറിൽ ഒരു പാക്കറ്റ് ഒരു ഡേറ്റ ഫ്രെയിം എത്തുമ്പോൾ എന്ത് വേണം, ഒന്നുകിൽ ഈ ലിങ്കിലോട്ട് പാസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ലിങ്കിലോട്ട് പാസ് ചെയ്യണം. സോ ഏത് ലിങ്കിലോട്ടാണോ പാസ് ചെയ്യേണ്ടുള്ളത് ആ ലിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. പക്ഷെ IP അഡ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുത്തുന്നില്ല. സോ അതിനായിട്ട് ഇപ്പൊ ഇവിടെ നോക്കിയാൽ ആലിസ് എന്ന് പറഞ്ഞ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഫ്രെയിം പാക്കറ്റ് സെൻഡ് ചെയ്യണം. അപ്പൊ നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ് കൊടുക്കുന്നു, ഡേറ്റയും എടുത്തു, സോഴ്സിന്റെ അഡ്രസ്സും വെച്ചു, ഡെസ്റ്റിനേഷന്റെ അഡ്രസ്സും വെച്ചു. സോ ലിങ്കിലോട്ട് വരുന്നു, ഡേറ്റ ലിങ്ക് ലെയർ അതിന്റെ കൂട്ടത്തിൽ ആരെ അറ്റാച്ച് ചെയ്യാണ്, ഫിസിക്കൽ അഡ്രസ്സസ് അല്ലെങ്കിൽ ലിങ്ക് ലെയർ അഡ്രസ്സസ് അറ്റാച്ച് ചെയ്യണം. അപ്പൊ നോക്കിയാൽ മതി, ഇവിടെ എന്താണ് ഈ ലിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഇന്റർഫേസിൽ എന്താണ് അഡ്രസ് L1 ആണ്. അടുത്ത ഈ ലിങ്കിന്റെ ഇവിടെ ഈ നോഡിൽ ലിങ്ക് ലെയർ അഡ്രസ് ഏതാണ്, L2. സോ L1 L2 എന്ത് ചെയ്യുന്നു, ഈ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, L1 L2 കൂടെ പാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. L1 എന്ന് പറയുന്നത് സോഴ്സും L2 എന്ന് പറയുന്നത് ഏതാണ്, ഡെസ്റ്റിനേഷനും. സോഴ്സ് നോഡും ഡെസ്റ്റിനേഷൻ നോഡും ആണ് ഇത് L1 L2. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇതെന്ന് പറയുന്നത് N1 എന്ന് പറയുന്ന സോഴ്സ്, N8 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ, സോഴ്സ് ഡെസ്റ്റിനേഷൻ. ഇവിടെ പക്ഷെ തിരിച്ചാണ്, ഡേറ്റ ലിങ്ക് ലെയർ അഡ്രസ്സിന്റെ കേസിൽ തിരിച്ചാണ്, ഡെസ്റ്റിനേഷൻ സോഴ്സ് എന്ന, ഇവിടെ ഡെസ്റ്റിനേഷൻ സോഴ്സ്, നെറ്റ്വർക്ക് ലെയറിലോട്ട് വരുമ്പോൾ എന്താണ്, സോഴ്സ് ഡെസ്റ്റിനേഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ ഈ ലിങ്കിന്റെ ഇത് L1, അടുത്ത നോഡിന്റെ ഏതാണ് L2.
സോ അടുത്ത ഫ്രെയിം എവിടെ എത്തി? ഇവിടെ റൗട്ടറിലെത്തി. സോ ഈ റൗട്ടറിലെത്തുമ്പോൾ വീണ്ടും ഈ പാക്കറ്റിന് എന്ത് ചെയ്തെടുക്കും? ഡീക്യാപ്സുലേറ്റ് ചെയ്തെടുക്കും. ഇവിടുന്ന് എൻകാപ്സുലേറ്റ് ചെയ്ത് വിട്ടു, ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിലാക്കി എൻകാപ്സുലേറ്റ് ചെയ്ത് വിട്ടു. ഈ റൗട്ടറിലെത്തുമ്പോൾ വീണ്ടും ഇതിനെ എന്ത് ചെയ്യും? ഈ അഡ്രസ് ഒക്കെ മാറ്റിയിട്ട് ഈ പറയുന്ന പാക്കറ്റിന് എന്ത് ചെയ്തെടുക്കും? ഡീക്യാപ്സുലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് അടുത്ത അഡ്രസ്സുകൾ പ്ലേസ് ചെയ്യണം. L1, L2, L1 ഒക്കെ മാറ്റി അടുത്തത് എന്ത് പ്ലേസ് ചെയ്യാണ്? ഇവിടെ ഏതാ ഉള്ളത്? L4ഉം അടുത്ത ഇങ്ങോട്ട് വരുമ്പോൾ ഏതാ ഉള്ളത്? L5ഉം. സോ അത് അറ്റാച്ച് ചെയ്തു. L5, L4 എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു. അപ്പം ഡീക്യാപ്സുലേറ്റ് ചെയ്ത പാക്കറ്റിനെ വീണ്ടും L5, L4 അറ്റാച്ച് ചെയ്ത് പുതിയ ഫ്രെയിമിലോട്ട് എടുത്തു വെച്ചു. അടുത്ത വീണ്ടും എന്ത് ചെയ്യാണ്? ഈ റൗട്ടർ ഈ ലിങ്ക് വഴി അത് ട്രാൻസ്മിറ്റ് ചെയ്തെത്തി. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഈ റൗട്ടർ എന്ത് ചെയ്യും? ഈ പാക്കറ്റിൽ നിന്ന് ഈ ഫ്രെയിമിൽ നിന്ന് ഈ പാക്കറ്റിനെ വീണ്ടും എന്ത് ചെയ്തെടുക്കും? ഡീക്യാപ്സുലേറ്റ് ചെയ്തെടുക്കും. L5ഉം L4ഉം റിമൂവ് ചെയ്യും. എന്നിട്ട് ഇനി ഏതാണ് ഇതുള്ളത്? L7ഉം അടുത്ത ഏതാണ്? L8ഉം. ആ പുതിയ അഡ്രസ് L7, L8. സോ ആ അഡ്രസ് അറ്റാച്ച് ചെയ്ത് പുതിയ പാക്കറ്റ് ഫ്രെയിമിലാക്കി എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ഓരോ ലിങ്കിനനുസരിച്ചും എന്ത് ചെയ്യാണ്? എൻകാപ്സുലേഷൻ ആൻഡ് ഡീക്യാപ്സുലേഷൻ നടക്കുന്നു. ഓരോ ലിങ്കിനനുസരിച്ച് ഫ്രെയിമിംഗ് ചെയ്ത് എന്ത് ചെയ്യാണ്? അടുത്ത ലിങ്കിലോട്ട് പാസ് ചെയ്യുന്നു. അപ്പൊ വൺ നോഡ് ടു അഡ്ജസന്റ് നോഡ് എന്ന് പറയുന്നതാണ് ഒരു ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഡ്യൂട്ടി സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം. സോ എന്ത് ചെയ്യാണ്? നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോസ് കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഒരു സിറ്റിയിലാണ് ഫ്രണ്ട് താമസിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോ ഒരു ടാക്സിയിൽ കയറിയിട്ട് എവിടെ എത്താന്ന് വിചാരിക്കുക? റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. സോ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അപ്പൊ അവിടെ വരെ നമ്മൾ ടാക്സിയിൽ പോയി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ത്രൂ ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ ഫ്രണ്ട് താമസിക്കുന്ന സിറ്റിയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ടാക്സി പിടിച്ച് ഇവിടെ എത്താണ്? ഫ്രണ്ടിന്റെ വീട്ടിലെത്തുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ N സിസ്റ്റംസ് എന്ന് പറയുന്നത് എന്റെ വീടും അടുത്ത ഫ്രണ്ടിന്റെ വീടുമാണ് N സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ടൗണിലുള്ള റെയിൽവേ സ്റ്റേഷൻ അതുവരെ പറയുന്നത് ഒരു ലിങ്ക് ആണ്. സോ അതിനനുസരിച്ച് ഒരു ടാക്സി വഴി പോകുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ആ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ഫ്രണ്ടിന്റെ സ്ഥലത്തുള്ള സ്റ്റേഷൻ ആ ലിങ്കിൽ ട്രെയിൻ വഴി പോകുന്നു. അപ്പൊ ഇവിടെ യൂസ് ചെയ്തത് ടാക്സിയാണ്, അവിടെ യൂസ് ചെയ്ത ട്രെയിൻ ആണ്. അടുത്ത ലിങ്കിൽ ഞാൻ വീണ്ടും എന്ത് യൂസ് ചെയ്യുന്നു? ടാക്സി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചിലയിടത്ത് കോപ്പർ കേബിൾ കിടപ്പുണ്ടാവും, ചിലയിടത്ത് ഒപ്റ്റിക്കൽ കേബിൾ കിടപ്പുണ്ടാവും, ചിലയിടത്ത് വയർലെസ് ട്രാൻസ്മിഷൻ ആയിരിക്കാം. സോ ഏതാണോ ആ ലിങ്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പാക്കറ്റ്സിനെ എന്ത് ചെയ്യേണ്ടി വരും? കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അതിനാണ് എന്തെന്ന് പറയാ? ഫ്രെയിമിംഗ് എന്ന് പറയാം. ഫ്രെയിമിങ്ങും ഫിസിക്കൽ അഡ്രസ്സിങ്ങും ലിങ്ക് ആക്സസിങ്ങും ഒക്കെ കൂടാണ്ട് ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ആരുടെ സർവീസസ് ആണ്? ഡേറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫ്ലോ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു നോഡിൽ നിന്ന് ഫ്രെയിമിനെ എന്ത് ചെയ്യാണ്? അടുത്ത നോഡിലോട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലോട്ട് വരുമ്പോൾ അഡ്ജസന്റ് നോഡ് അതിന്റെ ബഫറിലോട്ട് അത് ബഫർ ചെയ്ത് വെക്കും. ബഫറിലോട്ട് അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് പ്രോസസ് ചെയ്യും. എന്നിട്ടാണ് അടുത്ത ഏത് ലിങ്കിലോട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന ഫ്രെയിംസ് എല്ലാം ഓരോ നോഡിലോട്ട് വരുന്ന ഫ്രെയിംസ് എല്ലാം അത് എന്ത് ചെയ്യും? ആ നോഡിന്റെ ബഫറിൽ അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. സോ വരുന്ന ഫ്രെയിംസ് ഹയർ റേറ്റിൽ വന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സെൻഡിങ് നോഡ്. അപ്പോൾ ഒരു ലിങ്കിന്റെ ഒരു സൈഡിൽ ആരുണ്ട്? സെൻഡിങ് നോഡ് ഉണ്ട്. ആ ലിങ്കിന്റെ അതർ സൈഡിൽ ആരുണ്ട്? റിസീവിംഗ് നോഡ് ഉണ്ട്. അപ്പൊ സെൻഡിങ് സൈഡിലും ബഫർ ഉണ്ട്, റിസീവിംഗ് സൈഡിലും ബഫർ ഉണ്ട്. സോ സെൻഡിങ് നോഡ് ഹയർ റേറ്റിൽ ഈ പറയുന്ന ഫ്രെയിംസിനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിസീവിംഗ് നോഡിൽ ഈ ഹയർ റേറ്റിൽ വരുന്ന ഫ്രെയിംസ് എല്ലാം വന്ന് റിസീവിംഗ് നോഡിന്റെ ബഫറിലോട്ട് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ബഫർ എന്ത് ചെയ്യാണ്? ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ ബഫറിന്റെ കേപ്പബിലിറ്റിയേക്കാൾ കൂടുതൽ ഫ്രെയിംസ് വരികയാണെങ്കിൽ ബഫർ എന്ത് ചെയ്യും? ബഫർ ഫുൾ ആവും. സോ പിന്നെ വരുന്ന പാക്കറ്റ്സ് എല്ലാം അല്ലെ ഫ്രെയിംസ് എല്ലാം എന്തായി പോവും? ലോസ് ആയി പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫ്ലോ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് റിസീവിംഗ് സൈഡിന്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം? സെൻഡിങ് സൈഡിന്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. സോ റിസീവിംഗ് സൈഡിന് കൂടുതൽ ഫ്രെയിംസിനെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ, അത്രയും ബഫർ സൈസ് ഉണ്ടെങ്കിൽ സെൻഡിങ് സൈഡിന് കൂടുതൽ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യാം. പക്ഷെ റിസീവിംഗ് നോഡിന് അത്രയും ഫ്രെയിംസിന് ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ അല്ല, അത്രയും ബഫർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? സെൻഡിങ് നോഡ് ഫ്രെയിംസിന് സെൻഡ് ചെയ്യുന്ന സെൻഡിങ് റേറ്റ് കുറയ്ക്കേണ്ടതായിട്ട് വരും. സോ സെൻഡിങ് സൈഡിന്റെയും റിസീവിംഗ് സൈഡിന്റെയും ട്രാൻസ്മിഷൻ റേറ്റ് മാച്ച് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാ? ഫ്ലോ കൺട്രോൾ എന്ന് പറയാ. സോ ഫ്ലോ കൺട്രോളും ആര് ചെയ്യുന്നുണ്ട്? ഡേറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻഡിങ് നോഡിന്റെ റിസീവിംഗ് നോഡിന്റെയും ഫ്ലോ കൺട്രോൾ ചെയ്യുക. ദാറ്റ് മീൻസ് അവർ രണ്ടിന്റെയും ട്രാൻസ്മിഷൻ റേറ്റ് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് എറർ കൺട്രോൾ.
എറർ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെൻഡിങ് നോഡ് വരിക. സെൻഡിങ് നോഡ് എന്ത് ചെയ്യണം? ഈ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലി ലിങ്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ബിറ്റ്സ് ആക്കി മാറ്റും. എന്നിട്ട് ഓരോ ബിറ്റിനെയും ആ ലിങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ലിങ്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണെങ്കിൽ അതിനെ ഒപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യണം. കോപ്പർ കേബിൾ ആണെങ്കിൽ അതിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് ബിറ്റ്സിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ ലിങ്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. വീണ്ടും റിസീവിംഗ് നോഡിൽ എത്തുമ്പോൾ വീണ്ടും ഈ ബിറ്റ്സിനെ എന്ത് ചെയ്യണം? ബിറ്റ്സിനെ പാക്ക് ചെയ്ത് വീണ്ടും ഫ്രെയിം ആക്കി മാറ്റണം. അപ്പോൾ ഇങ്ങനെ ഈ ലിങ്കിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരാം? എറേഴ്സ് വരാം. ലാസ്റ്റ് ഫൈനലി റിസീവിംഗ് നോഡിൽ എത്തുമ്പോൾ 1 ചിലപ്പോൾ 0 ആയിട്ട് മാറാം, 0 ചിലപ്പോൾ 1 ആയിട്ട് മാറാം. സോ അങ്ങനെ എറേഴ്സ് വരാം. അങ്ങനെ വരുന്ന എറേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റണം? ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. ഡിറ്റക്ട് ചെയ്തിട്ട് എറർ വന്ന പാക്കറ്റിന് ഫ്രെയിംസിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് ആ ഫ്രെയിമിനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യാൻ എവിടെ അറിയിക്കണം? സെൻഡിങ് നോഡിൽ റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യം അക്നോളജ്മെന്റ് വഴി അറിയിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എറർ കൺട്രോൾ എന്ന് പറയാം. എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യണം, എറേഴ്സ് വന്ന പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. സോ ആ ഫ്രെയിംസിനെ വീണ്ടും റീസെൻഡ് ചെയ്യാനായിട്ട് എവിടെ പറയണം? സെൻഡിങ് നോഡിൽ പറയണം. ഇതിനാണ് എറർ കൺട്രോൾ എന്ന് പറയുക. സോ ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ഡേറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. So next framing ആണ് ഡേറ്റ ലിങ്ക് ലെയറിന്റെ മെയിൻ സർവീസ്. ഡിഫറെന്റ് ഫ്രെയിമിംഗ് മെത്തേഡ്സ് KTU ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഫ്രെയിമിംഗ്, ഇപ്പോൾ ഡേറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യും? നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ്സിന് കൊടുക്കും. സോ ആ പാക്കറ്റ്സിന് ലിങ്കിനനുസരിച്ച് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കസ്റ്റമൈസ് ചെയ്ത് ഡിഫറെന്റ് ഫ്രെയിംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു സിംഗിൾ ഫ്രെയിം ആയിട്ടായിരിക്കില്ല മേ ബി ഡേറ്റ സെൻഡ് ചെയ്യുക, മൾട്ടിപ്പിൾ ഫ്രെയിംസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? എൻ്റയർ ഡേറ്റനെ സെൻഡ് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്മിഷൻ ലിങ്ക് വഴി ബിറ്റ്സ് ആക്കി എന്ത് ചെയ്യുന്നു? ബിറ്റ്സിന് കറസ്പോണ്ടിങ് സിഗ്നൽസ് ആക്കി ട്രാൻസ്മിഷൻ ലിങ്ക് വഴി സെൻഡ് ചെയ്യുന്നു. വീണ്ടും റിസീവിംഗ് നോഡിൽ എത്തുമ്പോൾ ഈ ബിറ്റ്സിനെ പാക്ക് ചെയ്ത് വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? കറസ്പോണ്ടിങ് ഫ്രെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫ്രെയിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്, എൻഡിങ് പോയിന്റ് ഏതാന്ന് അറിയണം. കാര്യം എൻ്റയർ ഡേറ്റ ഒരു സിംഗിൾ ഫ്രെയിം ആയിട്ടല്ല വരുന്നത്. എൻ്റയർ ഡേറ്റനെ നമ്മൾ ഡിഫറെന്റ് ഫ്രെയിംസ് ആക്കിയാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഇത് ട്രാൻസ്മിഷൻ ലിങ്കിൽ കൂടെ ബിറ്റ്സ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിസീവിംഗ് നോഡിൽ എത്തുമ്പോൾ ഈ ബിറ്റ്സിനെ എല്ലാം പാക്ക് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിനെ പാക്ക് ചെയ്ത് ഓരോ ഫ്രെയിം ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫ്രെയിമിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനും എൻഡിങ് പൊസിഷനും അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഫ്രെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയാ? ഫ്രെയിമിംഗ് എന്ന് പറയാം. സോ ഫ്രെയിമിംഗ് റെഫേഴ്സ് ടു ടെക്നിക്സ് യൂസ്ഡ് ടു ടെൽ വെൻ എ ഫ്രെയിം ബിഗിൻസ് ആൻഡ് എൻഡ്സ്. എവിടെയാണ് ഫ്രെയിം ബിഗിൻ ചെയ്യുന്നത്, എവിടെയാണ് ഫ്രെയിം എൻഡ് ചെയ്യുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയാ? ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഫ്രെയിമിംഗ് ഫിക്സഡ് സൈസ് ഫ്രെയിമിംഗ് ഉണ്ട്, വേരിയബിൾ സൈസ് ഫ്രെയിമിംഗ് ഉണ്ട്. ഫിക്സഡ് സൈസ് ഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഡേറ്റനെ നമ്മൾ ഡിഫറെന്റ് ഫ്രെയിംസ് ആക്കും എന്ന് പറഞ്ഞു. ആ ഡിഫറെന്റ് ഫ്രെയിംസ് എന്ന് പറയുന്നത് എല്ലാം എന്തായിരിക്കും? സെയിം സൈസ് ആയിരിക്കും. ഇപ്പോൾ ഓരോ ഫ്രെയിം n ബൈറ്റ്സ് എന്ന് വെച്ചാൽ n ബൈറ്റ്സിൻ്റെ ആയിരിക്കും. എല്ലാ ഫ്രെയിമിലും എന്തുണ്ടാവും? n ബൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഫിക്സഡ് ഫ്രെയിമിംഗിലാവുമ്പോഴത്തേക്ക് ദർ ഇസ് നോ നീഡ് ഫോർ ഡിഫൈനിങ് ബൗണ്ടറീസ്. അവിടെ സ്റ്റാർട്ട് എന്താണ്, എൻഡ് എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് വരുന്ന ബിറ്റ്സിന് എന്ത് ചെയ്യുക? n ബൈറ്റ്സ് ആവുമ്പോഴത്തേക്ക് ഒരു ഫ്രെയിം ആവുക, അടുത്ത n ബൈറ്റ്സ് ആകുമ്പോൾ അടുത്ത ഫ്രെയിം, അടുത്ത n ബൈറ്റ്സ് ആകുമ്പോൾ അടുത്ത ഫ്രെയിം. കാര്യം എല്ലാ ഫ്രെയിമിന്റെ സൈസ് എന്താണ്? ഫിക്സഡ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റാർട്ടും എൻഡും ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഫിക്സഡ് സൈസ് ഫ്രെയിമിംഗിൽ. പക്ഷെ വേരിയബിൾ സൈസ് ഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ പല ഫ്രെയിംസും പല ലെങ്ത് ആയിരിക്കും, നമ്പർ ഓഫ് ബിറ്റ്സ് പലതിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വേരിയബിൾ സൈസ് ഫ്രെയിമിംഗിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? സ്റ്റാർട്ടും എൻഡും എന്ത് ചെയ്തേണ്ടി വരും? ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. വേരിയബിൾ സൈസ് ഫ്രെയിമിംഗിൽ രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ക്യാരക്ടർ ഓറിയന്റഡ് അപ്രോച്ചും ഉണ്ട്, ബിറ്റ് ഓറിയന്റഡ് അപ്രോച്ചും ഉണ്ട് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് എ ഫ്രെയിം. അടുത്ത നെക്സ്റ്റ് ഫ്രെയിമിംഗ്, വേരിയബിൾ ഫ്രെയിമിംഗ് മെത്തേഡിൽ വേരിയബിൾ ഫ്രെയിമിംഗ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്രെയിമിന്റെ സ്റ്റാർട്ടും എൻഡും അറിഞ്ഞിരിക്കണം. അങ്ങനെ സ്റ്റാർട്ടും എൻഡും അറിയണമെങ്കിൽ രണ്ട് അപ്രോച്ചസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ ഓറിയന്റഡ് ഫ്രെയിമിംഗ് അല്ലെങ്കിൽ ബിറ്റ് ഓറിയന്റഡ് ഫ്രെയിമിംഗ്. ക്യാരക്ടർ ഓറിയന്റഡ് ഫ്രെയിമിംഗിനെ ബൈറ്റ് ഓറിയന്റഡ് ഫ്രെയിമിംഗ് എന്നും പറയും. അപ്പൊ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രെയിമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അതിന്റെ എൻഡിങ് പോയിന്റിലും ഒരു ക്യാരക്ടറിനെ 8-bit ക്യാരക്ടറിനെ അറ്റാച്ച് ചെയ്യും. സോ ആ 8-bit ക്യാരക്ടർ കാണുമ്പോൾ ഫ്രെയിം സ്റ്റാർട്ടായെന്ന് അറിയാൻ പറ്റും റിസീവർ നോഡിന്. അടുത്ത നെക്സ്റ്റ് വീണ്ടും ഇതേ പാറ്റേൺ 8-bit ക്യാരക്ടർ കാണുമ്പോൾ ആ ഫ്രെയിം എൻഡ് ആയെന്നും അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഫ്ലാഗ് എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അറിയാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടറിനെയാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലാഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡേറ്റ. അപ്പർ ലെയർ കൊടുക്കുന്ന ഡേറ്റ ഇതാണ്. സോ ഈ കിട്ടുന്ന ഡേറ്റയുടെ കൂട്ടത്തിൽ ലിങ്ക് ലെയർ എന്ത് ചെയ്യും? ഹെഡർ അറ്റാച്ച് ചെയ്യും. ഹെഡർ എന്ന് പറയുമ്പോൾ അഡ്രസ്സസ് ഒക്കെ അറ്റാച്ച് ചെയ്യും. ഹെഡറിനകത്ത് അഡ്രസ്സസുകളാണ്. സോഴ്സ് നോഡിന്റെ ഡെസ്റ്റിനേഷൻ നോഡിന്റെ എല്ലാ അഡ്രസ്സുകൾ കാണും. പിന്നെ ഇവിടെ ഒരു ട്രെയിലർ പോർഷൻ ഉണ്ട്. ആ ട്രെയിലർ പോർഷൻ എന്ന് പറഞ്ഞാൽ എറർ കറക്ഷനും ഡിറ്റക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ബിറ്റ്സ് ആണ് ഇത് ട്രെയിലർ പോർഷനിലുള്ളത്. ഇത് ഇത്രയും ഈ ഫ്രെയിം. അപ്പൊ ഇത് ഇത്രയാണ് നമ്മളുടെ കംപ്ലീറ്റ് ഫ്രെയിം. അപ്പർ ലെയർ കൊടുത്ത ഡേറ്റ, അതിന്റെ കൂടി ഈ അഡ്രസ്സസ് ഒക്കെ അറ്റാച്ച് ചെയ്ത ഹെഡർ, പിന്നെ എറർ കറക്ഷന് വേണ്ടി അറ്റാച്ച് ചെയ്ത ബിറ്റ്സ്, അതാണ് ട്രെയിലർ പോർഷൻ. അപ്പൊ ഇത് നമ്മളുടെ കംപ്ലീറ്റ് ഫ്രെയിം. ആ ഫ്രെയിമിന്റെ സ്റ്റാർട്ട് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആര് വെക്കുകയാണ്? ഒരു 8-bit ക്യാരക്ടർ വെക്കുന്നു, ഫ്ലാഗ് വെക്കുന്നു. അടുത്ത അതിന്റെ എൻഡിലും എന്ത് ചെയ്യുന്നു? ഒരു 8-bit ക്യാരക്ടർ അല്ലെങ്കിൽ ഫ്ലാഗിനെ പ്ലേസ് ചെയ്യുന്നു. ഇനി നമ്മളുടെ പ്രോട്ടോകോളിനനുസരിച്ചുള്ള ഡിഫറെന്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഫ്ലാഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഫ്ലാഗിൽ നമ്മൾ യൂസ് ചെയ്ത സ്പെഷ്യൽ ക്യാരക്ടർ, ആ ക്യാരക്ടർ മേ ബി എവിടെ വരാം? നമ്മളുടെ ഡേറ്റയ്ക്കകത്ത് എവിടെയെങ്കിലും വരാം. അപ്പോൾ സെൻഡിങ് സൈഡിൽ എത്തുമ്പോൾ ഫ്ലാഗ് കണ്ടു, ഓക്കെ സ്റ്റാർട്ട് ഓഫ് ദ ഫ്രെയിം ആണെന്ന് മനസ്സിലായി. എന്നിട്ട് അത് ചെക്ക് ചെയ്ത് വരുമ്പോൾ സപ്പോസ് ഈ ഡേറ്റയ്ക്കുള്ളിൽ എവിടെയെങ്കിലും ഇതേ ക്യാരക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? റിസീവർ സൈഡ് വിചാരിക്കും ഓക്കെ ഫ്രെയിം എൻഡ് ആയി. സോ ഫ്രെയിം എൻഡ് ആയെന്ന് വെച്ചാൽ ആ പോയിന്റിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യും? ഫ്രെയിം എൻഡ് ആയെന്ന് കരുതും. ശരിക്കും പറഞ്ഞാൽ ഫ്ലാഗിൽ യൂസ് ചെയ്ത അതേ ക്യാരക്ടർ എവിടെ വന്നതാണ്? നമ്മളുടെ ഒറിജിനൽ ഡേറ്റയിൽ വന്നതാണ്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. സോ ബൈറ്റ് സ്റ്റഫിംഗ് വഴി നമുക്ക് ഈ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്യാൻ പറ്റും. ബൈറ്റ് സ്റ്റഫിംഗ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റഫിംഗ് എന്ന് പറയും. ഇവിടെ നമ്മൾ നോക്കാതാണ്ട് ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡേറ്റ. അപ്പോ ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത ഫ്ലാഗ്, അതായത് സ്റ്റാർട്ടും എൻഡും അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഫ്ലാഗ് ഒറിജിനൽ ഡേറ്റയ്ക്കകത്ത് എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഈ ഫ്ലാഗിന് മുമ്പായിട്ട് നമ്മൾ എന്തും കൂടെ പ്ലേസ് ചെയ്യും? ഒരു എസ്കേപ്പ് ക്യാരക്ടർ കൂടെ പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ എസ്കേപ്പ് ക്യാരക്ടർ കാണുകയാണ്. ആ എസ്കേപ്പ് ക്യാരക്ടർ കണ്ടാൽ റിസീവിംഗ് നോഡിന് എന്തും അറിയാൻ പറ്റും? ഈ എസ്കേപ്പ് ക്യാരക്ടർ കഴിഞ്ഞ് വരുന്നത് ഫ്ലാഗ് ആണ്, അത് പക്ഷെ ഒറിജിനൽ ഡേറ്റയ്ക്കകത്തുള്ളതാണ്, അല്ലാതെ എൻഡ് ഓഫ് ദി ഫ്രെയിം അല്ല എന്ന് ആർക്കറിയാൻ പറ്റും? റിസീവർ സൈഡിൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒറിജിനൽ ഡേറ്റയ്ക്കകത്ത് ഫ്ലാഗ് വരുവാണെങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫ്ലാഗിന് മുമ്പ് നമ്മൾ ആരെ അറ്റാച്ച് ചെയ്യും? ഒരു എസ്കേപ്പ് ക്യാരക്ടറിനെ അറ്റാച്ച് ചെയ്യും. ഇനി ഈ എസ്കേപ്പ് ക്യാരക്ടർ തന്നെ വീണ്ടും എന്തിൽ കയറി വരാം? ഡേറ്റയിൽ കയറി വരാം. സോ ഇവിടെ നമ്മൾക്ക് നോക്കാം, ഡേറ്റയാണ്, ഒറിജിനൽ ഡേറ്റയാണ്. ഈ ഒറിജിനൽ ഡേറ്റയ്ക്കകത്ത് ഇവിടെയൊക്കെ ഉണ്ട്, ഡേറ്റ ഉണ്ട്. സോ ഇവിടെ എന്ത് വരികയാണ്? നമ്മളുടെ ഫ്ലാഗ് പാറ്റേൺ തന്നെ, അതായത് എൻഡും സ്റ്റാർട്ടും എൻഡും കാണിക്കാൻ യൂസ് ചെയ്ത അതേ ഫ്ലാഗ് ക്യാരക്ടർ എവിടെ വന്നിരിക്കുകയാണ്? നമ്മളുടെ ഒറിജിനൽ ഡേറ്റയിൽ വന്നിരിക്കുകയാണ്. സോ അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലാഗിന് മുമ്പ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എസ്കേപ്പ് ക്യാരക്ടറും ഒറിജിനൽ ഡേറ്റയിലുണ്ട്. സോ ഇവർ രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്, ഫ്ലാഗും എസ്കേപ്പ്. ഇത് ഒറിജിനൽ ഡേറ്റയിൽ വന്നു. അപ്പൊ ഇതിന് എന്ത് ചെയ്യാണ്? സെൻഡിങ് നോഡ് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഫ്രെയിമിന്റെ സ്റ്റാർട്ട് കാണിക്കാനായിട്ട് ഫ്ലാഗ് ക്യാരക്ടർ എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു. ഹെഡർ വന്നു. ഇനി നമ്മൾ ഇവിടെ എന്താണ്? ഒറിജിനൽ ഡേറ്റ ആണ് ഇത് ഇത്രയും പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ട്രെയിലർ കഴിഞ്ഞിട്ട് ആരെ അറ്റാച്ച് ചെയ്യും? എൻഡ് കാണിക്കാനാണ് ഫ്ലാഗ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഒറിജിനൽ ഡേറ്റ അതുപോലെ എടുത്തു. ഇനി ഫ്ലാഗ് വരികയാണ്. ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥ ഡേറ്റയിലുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടി അതിന് മുമ്പ് നമ്മൾ ആരെ അറ്റാച്ച് ചെയ്യുന്നു? എസ്കേപ്പ് ക്യാരക്ടറിനെ അറ്റാച്ച് ചെയ്യുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും എസ്കേപ്പ് ക്യാരക്ടർ ഒറിജിനൽ ഡേറ്റയിൽ വരാണ്. അപ്പൊ ഒറിജിനൽ ഡേറ്റയിലുള്ള എസ്കേപ്പ് ക്യാരക്ടർ എന്ന് കാണിക്കാൻ വീണ്ടും എസ്കേപ്പ് ക്യാരക്ടറിന് മുന്നേ നമ്മൾ ആരെ അറ്റാച്ച് ചെയ്യണം? ഒരു എസ്കേപ്പ് ക്യാരക്ടറും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പൊ റിസീവർ സൈഡിൽ എത്തുമ്പോൾ ചെക്ക് ചെയ്യാണ്, ഓക്കെ ഫ്ലാഗ് കണ്ടു, ഫ്രെയിമിന്റെ സ്റ്റാർട്ടായി, ഹെഡർ പോർഷൻ കണ്ടു, അടുത്ത ഡേറ്റ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഡേറ്റ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു എസ്കേപ്പ് ക്യാരക്ടർ കണ്ടു. എസ്കേപ്പ് ക്യാരക്ടർ കണ്ടപ്പോൾ നെക്സ്റ്റ് ക്യാരക്ടർ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? ഫ്ലാഗ് ആണ് കാണുന്നത്. സോ അതെന്താണെന്ന് മനസ്സിലാക്കാം. എസ്കേപ്പ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഫ്ലാഗ് വരുന്നതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? ഒറിജിനൽ ഡേറ്റയുടെ പാർട്ടാണ് അത്, എൻഡ് ഓഫ് ഫ്രെയിം അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തിനെ എടുത്ത് കളയും? ഈ എസ്കേപ്പ് ക്യാരക്ടറിനെ എടുത്ത് കളയാം. അടുത്ത നെക്സ്റ്റ് വീണ്ടും വരുമ്പോൾ എന്ത് കാണുകയാണ്? എസ്കേപ്പ് ക്യാരക്ടർ കാണുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആരെ തന്നെ കാണുന്നു? സെയിം എസ്കേപ്പ് ക്യാരക്ടർ തന്നെ വീണ്ടും കാണുന്നു. ദാറ്റ് മീൻസ് എന്താണ്? ഒരു എസ്കേപ്പ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റയുടെ പാർട്ടാണ്, മറ്റേത് അറിയിക്കാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്താണ് ഒരു എസ്കേപ്പ് ക്യാരക്ടർ. സോ അതിനെടുത്ത് റിമൂവ് ചെയ്തു. ഒറിജിനൽ ഡേറ്റയിലുള്ള എസ്കേപ്പ് ക്യാരക്ടർ അതുപോലെ വെച്ചു. സോ എന്ത് ചെയ്ത്? അൺസ്റ്റഫ് ചെയ്തെടുത്തു. ഇവിടെ അഡീഷണലി നമ്മൾ അറ്റാച്ച് ചെയ്ത 2 ബൈറ്റ്സ് ആണ്. ഫ്ലാഗിന് മുമ്പ് ഒരു എസ്കേപ്പ് ക്യാരക്ടർ, ഡേറ്റയിലുള്ള എസ്കേപ്പ് ക്യാരക്ടറിന് മുന്നേ അതറിയാൻ വേണ്ടിയിട്ടുള്ള എസ്കേപ്പ് ക്യാരക്ടർ. അങ്ങനെ ഈ 2 എന്ത് ചെയ്ത് കളഞ്ഞു? അൺസ്റ്റഫ് ചെയ്തിട്ട് ഒറിജിനൽ ഡേറ്റനെ വീണ്ടും റിക്കവർ ചെയ്തു.
പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഫൈനലി വീണ്ടും ഫ്ലാഗ് കാണും. സോ എൻഡ് ഓഫ് ഫ്രെയിം എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഈ മെത്തേഡിന് എന്താ പറയാ, ബൈറ്റ് സ്റ്റഫിംഗ് അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റഫിംഗ് എന്ന് പറയും. സോ നെക്സ്റ്റ് ബിറ്റ് ഓറിയന്റഡ് ഫ്രെയിമിംഗ്. നേരത്തെ പറഞ്ഞത് ബൈറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ക്യാരക്ടർ ഓറിയന്റഡ് ഫ്രെയിമിംഗ്, അടുത്ത ബിറ്റ് ഓറിയന്റഡ് ഫ്രെയിമിംഗ്. ബിറ്റ് ഓറിയന്റഡ് ഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ ഓറിയന്റഡ് ഫ്രെയിമിംഗിൽ നമ്മൾ എൻറ്റയർ ഫ്രെയിമിനെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 8-bit ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ബൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ അങ്ങനെ ബൈറ്റ് ബൗണ്ടറീസ് ഒന്നും നോക്കുന്നില്ല. ബിറ്റ് ഓറിയന്റഡ് ഫ്രെയിമിംഗിൽ ഫ്രെയിമിനെ വ്യൂ ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്. അവിടെ കളക്ഷൻ ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് വ്യൂ ചെയ്തത്, ഇവിടെ പക്ഷേ കളക്ഷൻ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്. ഇവിടെയും എന്തുണ്ട്, നമ്മളുടെ ഒറിജിനൽ ഡേറ്റ വരും, അതിന് നെറ്റ്വർക്ക് ലെയർ ഒറിജിനൽ ഡേറ്റയെ കൊടുക്കുന്നു, ഹെഡർ അറ്റാച്ച് ചെയ്യുന്നു, ട്രെയിലർ അറ്റാച്ച് ചെയ്യുന്നു. സോ ഫ്രെയിമിന്റെ സ്റ്റാർട്ട് കാണിക്കാനായിട്ടൊരു ഫ്ലാഗ് പാറ്റേൺ വരും, എൻഡ് കാണിക്കാൻ ഫ്ലാഗ് പാറ്റേൺ വരും. അപ്പൊ ഇവിടെ ഒരു 8-bit പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി യൂസ് ചെയ്യുന്ന 8-bit പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 0യും 6 1സും പിന്നെ 0യും. സോ ഈ പാറ്റേൺ ആണ് യൂഷ്വലി സ്റ്റാർട്ടും എൻഡും കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന 8-bit പാറ്റേൺ. ഇവിടെയും എന്ത് വരാം, ഈ 8-bit പാറ്റേൺ ഡേറ്റയ്ക്കകത്ത് കയറി വരുന്ന പ്രശ്നം വരാം. സോ ഇവിടെ നമുക്ക് എന്ത് വരാം, ഈ പറയുന്ന കണക്ക് ഫ്ലാഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ദാണ്ട് ഒറിജിനൽ ഡേറ്റ ഉണ്ട്. സോ ഒറിജിനൽ ഡേറ്റ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഹെഡർ പോർഷൻ, ട്രെയിലർ പോർഷൻ, ഫ്ലാഗ് ബിറ്റ് പാറ്റേൺ അറ്റാച്ച് ചെയ്യുന്നു, ഫ്ലാഗ് ബിറ്റ് പാറ്റേൺ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ബിറ്റ് പാറ്റേൺ, ഫ്ലാഗ് ബിറ്റ് പാറ്റേൺ ഏതാണ്, ബിഗിനിങ് എൻഡിങ് കാണിക്കാൻ യൂസ് ചെയ്യുന്ന സീക്വൻസ് ഇതാണ്, 0യും 6 1സും പിന്നെ 0യും. അപ്പൊ ഈ പാറ്റേൺ മേ ബി എന്തിൽ കയറി വരാം, ഡേറ്റയ്ക്കകത്ത് കയറി വരാം. സോ റിസീവിംഗ് നോഡ് അതിനെ എൻഡ് ആയിട്ട് കരുതാനും ചാൻസ് ഉണ്ട്. സോ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബിറ്റ് സ്റ്റഫിംഗ് ആണ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്, ബൈറ്റ് സ്റ്റഫിംഗ് യൂസ് ചെയ്തു. ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റഫ് ചെയ്ത് വെച്ചു. ഇവിടെ നമ്മൾ ഒരു ബൈറ്റ് അല്ല, ഒരു ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റഫ് ചെയ്യാണ്. ബിറ്റ് സ്റ്റഫിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലൊരു പാറ്റേൺ ഡേറ്റയ്ക്കകത്ത് വരുന്നത് അവോയ്ഡ് ചെയ്യണം. ഈ പാറ്റേൺ ഡേറ്റയ്ക്കകത്ത് വന്നാൽ എന്താവും, എന്താന്ന് തെറ്റിദ്ധരിച്ചു പോവാം. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ പാറ്റേൺ ഡേറ്റയ്ക്കകത്ത് വരുന്നത് അവോയ്ഡ് ചെയ്യണം. ഈ പാറ്റേൺ ഡേറ്റയ്ക്കകത്ത് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ഡേറ്റയിൽ ഒരു 5 കോൺസിക്യൂട്ടീവ് വൺസ് വരാണോ, 5 വൺസ് അടുത്തടുത്ത് വരാണോ, 5 കോൺസിക്യൂട്ടീവ് വൺസ് എപ്പോഴൊക്കെ ഡേറ്റയിൽ വരുന്നു അപ്പോഴെല്ലാം ആ 5 കോൺസിക്യൂട്ടീവ് വൺസ് കഴിയുമ്പോൾ ഒരു 0നെ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. അപ്പൊ എവിടെയെങ്കിലും 5 കോൺസിക്യൂട്ടീവ് വൺസ് വന്ന ഉടൻ ഒരു 0നെ അറ്റാച്ച് ചെയ്യും. അപ്പൊ ഒരു കാരണവശാലും ഡേറ്റയ്ക്കകത്ത് എന്ത് വരില്ല, ഇതുപോലൊരു പാറ്റേൺ വരില്ല. കാര്യം 6 1സും പിന്നെ 0യും. സോ ഇതുപോലൊരു പാറ്റേൺ ഡേറ്റയ്ക്കകത്ത് വരില്ല. സോ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒറിജിനൽ ഡേറ്റ നോക്കും. അപ്പൊ ആ ഒറിജിനൽ ഡേറ്റയിൽ എവിടെയെങ്കിലും 5 കോൺസിക്യൂട്ടീവ് വൺസ് വന്നു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ എന്ത് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വിടും, ഒരു 0 കൂടി അറ്റാച്ച് ചെയ്ത് വെക്കും. റിസീവർ സൈഡിൽ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, ആ 0 ബിറ്റിനെ അൺസ്റ്റഫ് ചെയ്താൽ മതി. സോ ഇവിടെ എടുക്കുന്ന ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡേറ്റ. ആ ഒറിജിനൽ ഡേറ്റനെ ചെക്ക് ചെയ്തു. ഒറിജിനൽ ഡേറ്റയിൽ നോക്കുകയാണ് 000, അത് കുഴപ്പമില്ല, അത് അതുപോലെ എഴുതി. ഇവിടെ നോക്കുക 1 1 1, ഇവിടെ 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നുണ്ട്. അപ്പൊ 5 കോൺസിക്യൂട്ടീവ് വൺസ് 1 1 1 1 1. സോ 5 കോൺസിക്യൂട്ടീവ് വൺസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരെ അറ്റാച്ച് ചെയ്തു, ഒരു 0നെ ബിറ്റ് സ്റ്റഫ് ചെയ്തു. ഇത് നമ്മളുടെ ഒറിജിനൽ ഡേറ്റയ്ക്കകത്ത് ഉള്ളതല്ല, പക്ഷേ ഫ്ലാഗ് പാറ്റേൺ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 0നെ സ്റ്റഫ് ചെയ്തു. പിന്നെ വീണ്ടും ബാലൻസ് ഉള്ളത് 5 വൺസ് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് ഒരു 1 1 ഉണ്ട്. ആ 1 1 അതുപോലെ, 0 0 അതുപോലെ. വീണ്ടും ഇവിടെ നോക്കുക, ഇവിടെ വീണ്ടും 5 വൺസ് വരികയാണ്. ആ 5 വൺസ് കഴിയുമ്പോൾ ആരെ സ്റ്റഫ് ചെയ്യാണ്, 0നെ സ്റ്റഫ് ചെയ്യുന്നു. ബാലൻസ് ഉള്ളത് 0 1 0 0 0. അപ്പൊ ദാണ്ട് ഇവിടെ അഡീഷണൽ ആയിട്ട് 2 ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ പറയുന്ന ഫ്ലാഗ് പാറ്റേൺ, ഈ പാറ്റേൺ എവിടെ വരില്ല, ഡേറ്റയ്ക്കകത്ത് വരില്ല. സോ റിസീവിംഗ് സൈഡിൽ വരുന്നു, ഫ്ലാഗ് പാറ്റേൺ കണ്ടു, ഹെഡർ കണ്ടു, അടുത്ത ഡേറ്റ ചെക്ക് ചെയ്യാണ്. റിസീവിംഗ് സൈഡിലും ഇതുപോലെ ചെക്ക് ചെയ്ത് പോകണം. ഡേറ്റ കഴിഞ്ഞിട്ട് ദാണ്ട് ഇവിടെ 5 കോൺസിക്യൂട്ടീവ് വൺസ് കഴിഞ്ഞ് 0 കണ്ടു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലാക്കിക്കോണം അതെന്താണ്, ബിറ്റ് സ്റ്റഫ് ചെയ്ത് വിട്ട 0യാണ്, ഒറിജിനൽ ഡേറ്റയിൽ ഇല്ല. സോ അതിനെ റിമൂവ് ചെയ്തു. വീണ്ടും അത് ചെക്ക് ചെയ്ത് പോകുമ്പോൾ വീണ്ടും 5 വൺസ്, അത് കഴിയുമ്പോൾ 0 കാണുന്നു. സോ 5 വൺസ് കഴിയുമ്പോൾ ഉള്ള 0 ഒറിജിനൽ ഡേറ്റയിൽ ഉള്ളതല്ല, ബിറ്റ് സ്റ്റഫ് ചെയ്താണ്. സോ അതിനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് അവോയ്ഡ് ചെയ്യാൻ വേണം, ഫ്ലാഗ് പാറ്റേൺ ഒറിജിനൽ ഡേറ്റയിൽ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 5 കോൺസിക്യൂട്ടീവ് വൺസ് വന്നാൽ എല്ലാം അവിടെ എല്ലാം എന്തുകൂടി അറ്റാച്ച് ചെയ്യും, ഒരു 0 ബിറ്റ് കൂടി എന്ത് ചെയ്യും, സ്റ്റഫ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. സോ ക്യാരക്ടർ ഓറിയന്റഡ് ഫ്രെയിമിംഗിൽ എന്ത് യൂസ് ചെയ്തു, ബൈറ്റ് സ്റ്റഫിംഗ് യൂസ് ചെയ്തു. ഒരു ബൈറ്റിനെയാണ് സ്റ്റഫ് ചെയ്തത്. ഇവിടെ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നു, ബിറ്റ് സ്റ്റഫിംഗ്, ഒരു ബിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഫ് ചെയ്യുന്നത്. Next question പറയുന്നുള്ളൂ. Assuming a framing protocol that uses bit stuffing, the bit sequence before bit stuffing is shown below.
What will be the bit sequence in the frame that will be transmitted over the link? Mark the stuffed bits. അപ്പോൾ given sequence എടുത്തു, ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡേറ്റ സീക്വൻസ്. അപ്പോൾ ബിറ്റ് സ്റ്റഫിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ബിറ്റ് സ്റ്റഫിംഗ് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി, നോക്കുക എവിടെയെങ്കിലും 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഒന്നുമില്ല, ദാണ്ട് ഇവിടെ എന്തുണ്ട്, ഒരു 5 കോൺസിക്യൂട്ടീവ് വൺസ് ഉണ്ട്. ആ 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുമ്പോൾ ആരെ അറ്റാച്ച് ചെയ്യാണ്, ഒരു 0 എക്സ്ട്രാ അറ്റാച്ച് ചെയ്യുന്നു. വീണ്ടും 0 1 0 ഒക്കെ അതുപോലെ വീണ്ടും ദാണ്ട് ഇവിടെ എന്ത് വരുന്നുണ്ട്, ഒരു 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ 0 അറ്റാച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി വീണ്ടും 1 0 1 0. വീണ്ടും ഇവിടെ 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, 0 അറ്റാച്ച് ചെയ്യുന്നു. ബാക്കിയുള്ളത് 1 1 0 1 0. ബിറ്റ് സ്റ്റഫിംഗ് എന്ത് ചെയ്താൽ മതി, എവിടെയൊക്കെ 5 കോൺസിക്യൂട്ടീവ് വൺസ് വരുന്നു അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, 0നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഇതുപോലൊരു പാറ്റേൺ, ഈ പാറ്റേൺ ഫ്ലാഗ് പാറ്റേൺ ഒറിജിനൽ ഡേറ്റയിൽ വരാതിരിക്കാൻ. റിസീവർ സൈഡിൽ എത്തുമ്പോൾ എന്ത് പറ്റും, ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്ത് 5 കോൺസിക്യൂട്ടീവ് വൺസ് കഴിഞ്ഞ് വരുന്ന എല്ലാ സീറോസിനെ ആരെടുത്ത് കളയും, റിസീവർ എടുത്ത് കളയും. കാര്യം അത് ഒറിജിനൽ ഡേറ്റയിൽ ഉള്ളതല്ല. സോ ഫ്രെയിമിംഗ് മാത്രമാണ് ഇപ്പൊ ഈ ലെക്ചറിൽ പറയുന്നത്. ബാക്കി സർവീസസ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ലെക്ചേഴ്സിൽ പറയാം.